Hi, I am Thesnim Azeez. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കസ്റ്റാർഡ് ബിസ്ക്കറ്റ് മാത്രമേ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി പാലും പഞ്ചസാരയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരിക എന്ന് പറയുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഡെസേർട്ട് വേണം തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് മൈക്രോവേവ് ഓവനിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് ചെയ്യുന്ന മാജിക് പാനിലാണ്, അല്ലെങ്കിൽ സ്റ്റവിൽ എങ്ങനെ വെച്ച് ചെയ്താലും കുഴപ്പമില്ല. മാജിക് പാനിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കമൻറ്റ് ചോദിക്കുന്നുണ്ട്, കുറേ പേര് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ ഡീറ്റെയിൽസും കുറേ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെയ്റ്റ്ലെസ് ആണ്, കറണ്ട് കൺസംഷൻ കുറവാണ്, ഈസി ടു ഹാൻഡിലാണ്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ നമ്പറിൽ ചോദിച്ചോളൂ. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക്. ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാജിക് പോട്ടിൽ തന്നെയാണ്. ഇതിലേക്ക് 1/2 ലിറ്റർ മിൽക്ക് ഒഴിക്കും. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർക്കുക. കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. പഞ്ചസാര ഒരു 6-7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഒട്ടും കട്ടയില്ലാതെ കലക്കി വെക്കണം. ഇതിലേക്ക് ബട്ടർ കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇത് നമുക്ക് കുറുക്കിയെടുക്കാം. സാധാരണ കസ്റ്റാർഡ് കുറുക്കിയെടുക്കുന്ന പോലെ തന്നെയാണ്. നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കസ്റ്റാർഡാണ് അടിയിൽ പിടിക്കും, അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. ഞാൻ മാജിക് പോട്ടിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മാജിക് പോട്ടില്ലെങ്കിൽ സാധാരണ സ്റ്റവിൽ ചെയ്താൽ മതി, സാധാരണ പാനിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ മൈക്രോയിലാണെങ്കിൽ ചെയ്യാം. മൈക്രോയിൽ ചെയ്യേണ്ടതെന്നൊന്ന് പറയാം. ഹൈ പവറിൽ പാല് നമ്മൾ ഹൈ പവറിൽ ഒരു 5 മിനിറ്റ് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പാലിൽ കലക്കിയിട്ടുള്ള കസ്റ്റാർഡ് പൗഡറും പഞ്ചസാരയും ചേർത്തിട്ട് ഹൈ പവറിൽ 2-3 മിനിറ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പോഴേക്കും നല്ല തിക്കായിട്ടുള്ള കസ്റ്റാർഡ് ആയിക്കോട്ടെ. അപ്പോൾ ഫ്രൂട്ട് സലാഡിനൊക്കെ മതിയെങ്കിൽ 2 മിനിറ്റ് മതി. ഇതേപോലെ പുഡിങ്ങിനാകുമ്പോൾ ഒന്നും കൂടെ കുറുകി വരണമല്ലോ. നമ്മൾ സമയം കുറച്ചുകൂടെ മാജിക് പോട്ടിൽ പെട്ടെന്നാവും കേട്ടോ. 2300-2500 രൂപയുള്ളൂ കേട്ടോ ഈ പോട്ടിന്. കുറേ പേര് എൻ്റെ അടുത്ത് പ്രൈസ് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്ക് വീട്ടിലല്ലെങ്കിൽ പോലും ഇത് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് കുക്കറി ഷോ ഒന്നും മുടങ്ങില്ല. ഇത് വെച്ചിട്ട് എവിടെ പോയാലും നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറുകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ തീ കുറച്ച് കുറയ്ക്കില്ല നമ്മൾ. അതേപോലെ ഞാൻ P5 നിന്ന് P2 ആക്കിയിട്ടുണ്ട്. കസ്റ്റാർഡ് ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കസ്റ്റാർഡ്, പാല്, ബട്ടർ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. കട്ടയില്ലാതെ ഇതുപോലെ കുറുക്കിയെടുക്കണം. ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യണേ അതിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ ബിസ്ക്കറ്റ് ഞാൻ അതിൻ്റെ ക്രീം കളഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ഈ കസ്റ്റാർഡ് ഒഴിക്കാം. ഇത് നടുവിൽ മാത്രമേ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ളൂ, മുഴുവൻ നിരത്തിയിട്ട് വെക്കാം കേട്ടോ. ഞാൻ ഈ ഒരു പാത്രം ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതേപോലെ ബിസ്ക്കറ്റ് വെച്ചു. ഇതിന് മുകളിൽ വീണ്ടും നമുക്കിത് എത്ര ലെയർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊക്കെ ലെയറൊക്കെ നമുക്ക് എത്ര എണ്ണം വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ പീസസ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓരോ സെർവിന് വേണ്ട ഓരോ ബൗളിൽ കുറച്ച് ക്രീം ഇടുക, കുറച്ച് കസ്റ്റാർഡ്, പിന്നെ ഒരു ബിസ്ക്കറ്റ്, പിന്നെ കസ്റ്റാർഡ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ വീണ്ടും 3ാമത്തെ ലെയർ ബിസ്ക്കറ്റ് കൂടെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ കസ്റ്റാർഡ് ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റ് ലെയറാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 125 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം നമുക്ക് ചൂടാക്കാം. ഇത് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം. ചോക്ലേറ്റ് ഫ്ലേവർ ആണല്ലോ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടിയ ചൂടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ കൂടെ ചേർക്കുകയാണ്, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി. ബട്ടർ, ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഞാൻ പീനട്ടാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ കാഷ്യൂ ചേർക്കാൻ പാടില്ല. ഏത് ഡ്രൈ ഫ്രൂട്ട് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കാം.
ഇത് നമ്മൾ വാഷ് ചെയ്യാൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഇത് ഊരിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ സോപ്പ് സ്ക്രബ്ബർ ആ ഒരു ഗ്രീൻ കളറിലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകാം. എന്നിട്ട് ഇങ്ങനെ കളയാം. അടിയിൽ മാത്രം വെള്ളമാവാതെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമ്മളെ ചോക്ലേറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ചൂടുണ്ട്, ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് കഴിക്കാം. ലിജിൻ വന്നിട്ടുണ്ട് നമുക്ക് പുഡിംഗ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടമായി. ചോക്ലേറ്റ് കസ്റ്റാർഡ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്. നല്ല ഫ്ലേവർ വേറെ തന്നെ വരുന്നു. അതെ, ലിജിന് ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യും. നല്ല റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പൊടി. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.